Hello everyone, welcome to Q3 World. ഒരു പ്രാവശ്യം പോലും കേക്ക് ഉണ്ടാക്കി നോക്കാത്തവർക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മിക്സ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു എഗ് ഫ്രീ ആണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ വിപ്പിംഗ് ക്രീം പൗഡറും ഇൻക്ലൂഡഡ് ആണ്. വെറും 145 രൂപക്കാണ് നമുക്ക് ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. ഇത് 1 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. 2 പാക്കറ്റാണുള്ളത്, ഒരു കേക്ക് മിക്സും ഒരു വിപ്പിംഗ് ക്രീം പൗഡറും. നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുത്ത് നമ്മുടെ കേക്ക് മിക്സിൻ്റെ പൗഡർ മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നമുക്കിനി ഇതിലേക്ക് ഷുഗറോ മൈദയോ എഗ്ഗോ ഒന്നും തന്നെ ആവശ്യമില്ല. ജസ്റ്റ് പച്ചവെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള സാധാ വെള്ളം ആണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ചുടുവെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കരുത്. ഇതൊന്ന് മിക്സ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ ഹാൻഡ് മിക്സറോ അല്ലെങ്കിൽ ഇതുപോലത്തെ വിസ്കോ യൂസ് ചെയ്യാം. ഹാൻഡ് മിക്സർ ആയിരിക്കും കൂടുതൽ ഈസി ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഹാൻഡ് മിക്സർ യൂസ് ചെയ്തതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ മേലെ എഴുതിയിട്ടുള്ളത് ഒരു 1/2 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്പീഡ്, അതായത് ഏറ്റവും ലോ സ്പീഡിലാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് വെള്ളം ഇതിന് തികയാതെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ വീണ്ടും എടുത്തിട്ടുണ്ട്. അതും കൂടെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഉള്ളത് കുറച്ച് തിക്കായിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ അറിയാം, സ്പോഞ്ച് കേക്കിനൊക്കെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇതൊരു തിക്കായിട്ടുള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും വെള്ളം തന്നെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും കുറേശ്ശെയായി നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെ മിക്സും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു കപ്പ് കൂടി വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1/4 കപ്പോളം വെള്ളമാണ് ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് എനിക്ക് ആവശ്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത് വെച്ച് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. അധികം ലൂസായി പോയാലും നമ്മൾ കേക്ക് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടില്ല. അപ്പോൾ അത് മാത്രം നോക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ റെഡി ആയി കിട്ടും. ഒരു സ്പാറ്റില വെച്ച് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്താൽ നല്ല കൺസിസ്റ്റൻസിയിലായിട്ടുള്ള നല്ലൊരു ബാറ്ററാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഫൈനലായിട്ട് നമുക്ക് ആകെ ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഇതിന് ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു 7 ഇഞ്ചിൻ്റെ ടിന്ന് നന്നായി ഗ്രീസൊക്കെ ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഗ്രീസ് ചെയ്യാനായിട്ടൊക്കെ എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പറും വെച്ച് കൊടുത്ത് അതിന് മേലെയും ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അടിയിലൊരു റിങ് വെച്ച് അതിൻ്റെ മേലെ നമ്മുടെ ടിന്നൊന്ന് വെച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 30 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എനിക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ലോ സ്പീഡിൽ തന്നെ ഈ ഫ്ലെയിം വെക്കണം. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നല്ലോണം കേക്കൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരമായി ഇതൊന്ന് ചൂട് തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടിന്നിൽ നിന്ന് പുറത്തെടുത്ത് ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ ഉള്ള നല്ലൊരു സ്പോഞ്ച് കേക്കാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. നമുക്കിതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആക്കാൻ വേണ്ടിയിട്ടൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം പൗഡർ, ഇതിൻ്റെ കൂടെയുള്ള പൗഡർ എടുത്തിട്ടില്ല. ഞാൻ സാധാരണ ഒരു വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീമോ അല്ലെങ്കിൽ പൗഡർ വെച്ചിട്ടോ ഒന്ന് ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഒരു 10 ഇഞ്ചിൻ്റെ ബേസ് ബോർഡിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം അല്പം വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് 1 കപ്പ് വെള്ളവും 1/4 കപ്പ് പഞ്ചസാരയും തിളപ്പിച്ച് ഒന്ന് ആറിയതിന് ശേഷം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഫില്ലിങ്ങിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് 2ാമതും 3ാമതും ലെയേഴ്സ് ഇതേപോലെ തന്നെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാം. ക്രം കോട്ട് ചെയ്ത് ഒരു ഫ്രിഡ്ജിൽ ഒരു 1/4 മണിക്കൂർ വെച്ച് വീണ്ടും എടുത്തിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു 1/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുക്കാം. ഇപ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കി ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടും ഈക്വൽ എമൗണ്ടിൽ ക്രീമൊക്കെ എല്ലാ സൈഡിലും കേക്കിൻ്റെ എല്ലാ സൈഡിലും എത്തുകയും നമുക്ക് ഐസിങ് ചെയ്യാനായിട്ടും വളരെ ഈസി ആയിരിക്കും.
ഒരു ഐസിങ് നൈഫ് യൂസ് ചെയ്ത് നന്നാക്കി സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി സ്മൂത്താക്കി ഐസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കേണ്ടതില്ല. നമ്മൾ കേക്കിന് ചുറ്റും വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേക്കിൻ്റെ സെൻറ്ററിൽ പേര് എഴുതാനൊരു ഗ്യാപ്പ് വേണം. അതുകൊണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിൻ്റെ ഏതെങ്കിലും മൂടി വെച്ച് നമുക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ചോക്ലേറ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ റൗണ്ടായി മാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു സ്റ്റാർ നോസിൽ വെച്ച് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബോർഡർ കൊടുക്കുക. അപ്പോൾ പേരൊന്നും എഴുതുന്നില്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. പേര് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്ന് ഒരു പൈപ്പിംഗ് ബോർഡർ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും പൈപ്പിംഗ് ബോർഡറും കൂടെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബോർഡിലും ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. അപ്പോൾ ബീറ്ററും ഓവണും ഒന്നും ഇല്ലാത്തവർക്കും കേക്ക് നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊരു മിക്സ് നമുക്ക് ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വളരെ ഈസിയാണ്. നമ്മുടെ ആ ഒരു മിക്സ് മാത്രം വാങ്ങിയാൽ നമുക്കൊരു കിലോ വെയിറ്റുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്തെങ്കിലും ചെറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്, ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ബേക്കിംഗ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.